ഏതൊരു ബിസിനസ് ആണെങ്കിലും പ്രധാനമായിട്ടും 3 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവോർഡ്സ് ആണ്. ദാറ്റ് മീൻസ് ഓപ്പറേഷൻസിലൂടെ റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം ആദ്യത്തെ സ്റ്റേജ്. ഓപ്പറേഷൻസിലൂടെ റവന്യൂ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോർ ആക്ടിവിറ്റീസ് എന്താണ്? ഒരാൾ ഇലക്ട്രിക്കൽ ബിസിനസ് ആണ്, ഇലക്ട്രോണിക് ബിസിനസ് ആണ്, ഫർണിച്ചർ ബിസിനസ് ആണ്, മാനുഫാക്ചറിങ് കമ്പനിയാണ്, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ആണ്, എന്ത് ബിസിനസ്സും ആവട്ടെ, അതാണല്ലോ അവരുടെ കോർ ആക്ടിവിറ്റീസ്. ആ കോർ ആക്ടിവിറ്റീസിലൂടെ അവർക്ക് മാക്സിമം റവന്യൂ ഉണ്ടാക്കാൻ പറ്റണം. ഇപ്പൊ റവന്യൂ ഓപ്പറേഷൻസ് പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, പുതിയ കസ്റ്റമേഴ്സിനെ പോയി നമുക്ക് കണ്ടെത്താൻ പറ്റണം. നമുക്ക് അപ്സെൽ ചെയ്യാൻ അവിടെ പ്രൊഡക്റ്റ് വേണം, ക്രോസ് സെൽ ചെയ്യാൻ നമുക്ക് അവിടെ പ്രൊഡക്റ്റ് വേണം, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റണം, ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഈ പറയുന്ന ഒരു സെഗ്മെന്റ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്താൽ നമ്മൾ റിവോർഡ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യും. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ആൻഡ് ഡെലിഗേഷൻ. റിവോർഡ്സ് എന്ന് പറയുന്ന സ്റ്റേജ് 1 ഒപ്റ്റിമൈസ് ചെയ്ത കമ്പനികൾ മാത്രമേ ബാക്കി എന്ത് ചെയ്യാൻ പാടുള്ളൂ, എക്സ്പാൻഷനിലേക്കും ഡെലിഗേഷനിലേക്കും പോകാവൂ. കോർ ആക്ടിവിറ്റീസിലൂടെ നല്ല സെയിൽ കൂട്ടണം, നല്ലപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കണം, നല്ല ക്യാഷ് ഫ്ലോ. ദെൻ നമ്മൾ എക്സ്പാൻഷനിലേക്കും അതുപോലെ തന്നെ ഡെലിഗേഷനിലേക്കും പോകണം. അവിടെ കുറേ സ്റ്റെപ്സുകളുണ്ട്. നമ്മളെ ബിസിനസ്സിൽ ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടായിരിക്കണം, ERP സിസ്റ്റം ഉണ്ടായിരിക്കണം, നമ്മളെ ബിസിനസ്സിൽ ധാരാളം ഐഡിയാസ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു റൂട്ട് ഉണ്ടായിരിക്കണം, ഒരു R&D ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം, കോമ്പറ്റീറ്റേഴ്സിനെ ഫേസ് ചെയ്യാനുള്ള ധാരാളം ബിസിനസ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. ഇതെല്ലാം നമ്മൾക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് എക്സ്പാൻഷൻ ഡെലിഗേഷൻ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ സ്റ്റേജ് ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷൻ. ശരിക്കും ഇതിനെക്കുറിച്ച് എല്ലാ ഓണ്ടർപ്രണേഴ്സും വളരെ ഇൻഡെപ്ത് ആയിട്ട് സ്റ്റഡി ചെയ്യണം.